അസ്സലാമലൈക്കും. അൻഷൂസ് വീടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മക്കളെ, നമ്മൾ അടുക്കള ഇപ്പോൾ ഹാളിൽ എത്തിക്കണം കേട്ടോ. പെയിൻ്റൊക്കെ അടി കഴിഞ്ഞിരിക്കണം കേട്ടോ. ഞാൻ കാണിച്ച് തരാം. അപ്പോൾ ഇന്ന് നമ്മൾ ചായയും കടി ഉണ്ടാക്കുന്നത് ഹാളിലാണ്. നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു സാധനം വെച്ചോടത്ത് കാണൂല. അവിടെ തിരഞ്ഞിട്ടും ഇവിടെ തിരഞ്ഞിട്ടും ഇതാണ് നിങ്ങളോട് പറയുകയാണെങ്കിൽ ആകെ വണ്ടിയും വിലയായി. പെയിൻ്റ് അടിച്ചാന്ന് പറഞ്ഞിട്ട് പത്താ കാര്യം മക്കളെ. ഒരു സാധനം ഇങ്ങനെ തിരഞ്ഞുകൊണ്ട് നടക്കണം. ഇതൊക്കെ പാടങ്ങോട്ട് വലിച്ചു വാരി ഇങ്ങോട്ട് അവിടെയും ഇവിടെയൊക്കെ അങ്ങോട്ട് കൂട്ടിക്കല്ലേ. അതിങ്ങനെ കോണിമ്മലായിട്ടും കോണിക്കൂടിൻ്റെ ഉള്ളിലായിട്ടും ഔത്തായിട്ടും അങ്ങനെ വെച്ചിക്കാണ്. നമ്മളിങ്ങനെ പരക്കം പായാണ് കേട്ടോ. എവിടെ വെച്ചിക്കണതെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഏതായാലും ചില സാധനങ്ങളൊക്കെ കിട്ടുന്നിടത്തുണ്ടാവും, ചില സാധനം കിട്ടാത്തടത്തുണ്ടാവും. പിന്നെ അതങ്ങനെ തിരഞ്ഞ് അങ്ങനെ നടക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരക്കം പായണം. അപ്പോൾ അങ്ങനെ ഏതായാലും ഞാനൊരു പാത്രം എടുത്തുകൊണ്ട് പിന്നെ കയ്യിലപ്പം തരിയണത് കയ്യിൽ കിട്ടി. ഇനി നമുക്ക് ഇങ്ങനെ ഇവിടെ ഹാളിലായതുകൊണ്ട് തന്നെ നമുക്ക് കടി ഇപ്പം എന്താ ഉണ്ടാക്കുക, പരത്താനൊന്നുമില്ല. അപ്പോൾ ചപ്പാത്തി പൂരി അതൊന്നും പറ്റില്ല. പിന്നെ പുട്ട് പറ്റുക ചേച്ചും. അപ്പോൾ പൊടിച്ചണ്ടേ, അരി പൊടിച്ചും വേണം. അപ്പോൾ അത് വെക്കാനാണെങ്കിൽ സ്ഥലമില്ല. എത്താപ്പോൾ ഇതിങ്ങനെ നിന്നപ്പോഴാണ് നമ്മൾ അരി പൊടിച്ചിനല്ലോ, അതെടുത്തുകൊണ്ട് ഒരു തുള്ളി വെള്ളത്തിൽ കലക്കിക്കാണ്ട് നമുക്ക് ചീയപ്പണ്ട് ചൂടാന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയും പോട്ടെ. ഇനിയിപ്പോൾ ഒരുപാട് പണിയുണ്ട്. അപ്പം ഞാൻ വലിച്ചു വാരിയിട്ടതൊക്കെ നമുക്ക് ചമ്പട്ടിയും കുടുക്കിയും ഒക്കെ വലിച്ചു വാരിയിട്ടണല്ലോ. അതൊക്കെ ഒന്ന് കഴുകിയിട്ട് അടുക്കള ഉണ്ടല്ലോ ഒക്കെ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞ് ഉഷാറായിക്കണം കേട്ടോ. ഞാൻ അവിടെയൊക്കെ നന്നാക്കാണ്ട് കേട്ടോ. അപ്പം ഇന്നലെ അന്ത്യമായപ്പോൾ പിന്നെ നമുക്ക് നന്നാക്കാനൊന്നും കൂടിയില്ല. പിന്നെ കുളി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നാക്കാൻ ഒരു ഗതികേടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്താട്ടി നാളെ എടുക്കാതെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നാളെ ആയത്. അപ്പം അങ്ങനെ നമുക്ക് ചായയും കടിയൊക്കെ വേഗം ഉണ്ടാക്കണം. ചോറ് അങ്ങനത്തെ പണിയൊക്കെ ഉണ്ടാകുമ്പോണ്ടല്ലോ പെട്ടെന്ന് ചോറും കൂട്ടാനൊക്കെ ആക്കുക. അതേമാതിരി ചായയും കടിയൊക്കെ വേണ്ടാക്കുക. അങ്ങനെയൊക്കെ ആക്കണം. അപ്പോഴാണ് നമുക്ക് നമ്മളെ പണി വേഗം വെച്ചോളൂ. അല്ലെങ്കിൽ എന്താണെന്നറിയാം നമുക്ക്, അല്ലെങ്കിൽ ഈ ചോറും കൂട്ടാനും ഉണ്ടാക്കാൻ നിൽക്കുമ്പം അപ്പോൾ അത്രയും നേരം പോകും. അപ്പോൾ ചോറും കൂട്ടാനും വേഗം ഉണ്ടാക്കുക. അപ്പോൾ ചോറും കൂട്ടാനും ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണെന്നറിയാം, വേഗം നമ്മൾ അരി കണ്ടിട്ടിട്ട് മിറ്റടിച്ച് വരാൻ പോവുക. അപ്പോൾ മിറ്റടിച്ച് വരി വരുമ്പോഴത്തേന് ചോറും പോകും. കൂട്ടാനൊക്കെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടിയൊപ്പിച്ചാൽ മതി. കുട്ടികളൊന്നും ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നല്ല സുഖമാണ്. ഒരിക്കാകുമ്പോഴല്ലേ ചോറും കൂട്ടാനും ഒക്കെ വേണ്ടിയത്. നമുക്കൊക്കെ ആണെച്ചെങ്കിൽ, നമ്മൾ ഒറ്റക്കാണെച്ചെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് തൊട്ടാമാക്കാൻ കിട്ടിയാൽ മതിയല്ലേ. അത് ചിലപ്പോൾ ഇന്നലത്തെ ചാറായാലും കൂട്ടാനോ ഉള്ളി കൂട്ടാനോ തക്കാളി കൂട്ടാനോ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഇപ്പം ഇനി ഒരു സമ്മന്തി ഇട്ടാലും നമുക്ക് തീർപ്പതേക്കാരം. അപ്പോൾ ഈ നോമ്പ് മണിയൊക്കെ ആകുമ്പോണ്ടല്ലോ ഒരു കൂട്ടാനും ഇല്ലെങ്കിലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് തിന്നിട്ടില്ലെങ്കിലും വേണ്ടില്ല, വേഗം പണിയൊരുക്കണം. അങ്ങനെയാണ് അങ്ങനെയാണ് കേട്ടോ. തിന്നാനൊന്നും വേണ്ടി വരില്ല. വേഗം എങ്ങനെയൊക്കെ ഒന്ന് പണിയൊരുക്കി കിട്ടണം നമ്മൾ വിചാരിച്ചോളൂ. അപ്പോൾ അപ്പത്തേക്ക് ചാറ് കേങ്ങ് വെച്ചിക്കണം, തക്കാളിയും കേങ്ങും ഇട്ടുകളി. പിന്നെ കുറച്ച് കോഴിച്ചാറ് ബാക്കിയുണ്ടേനി. അപ്പോൾ അതിൽക്കൂടെ ഉണ്ട് പാർന്നു കേട്ടോ ഞാൻ. അങ്ങനെ കോഴിച്ചാറുണ്ടായിനി കുറച്ച്. അപ്പോൾ പിന്നെ കേങ്ങും കൊണ്ട് കുത്തി അടച്ച് പാർന്ന്. അപ്പം കോഴിച്ചാറിൻ്റെ ഒരു ചൂരും മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ട്. ഇപ്പോൾ കോഴിച്ചാറ് തന്നെയാണ്. അങ്ങനെ ഇതാക്കണേ. മക്കളൊക്കെ മദ്രസക്ക് പോകാനും വേണ്ടി ഓലിക്ക് ചായയൊക്കെ കൊടുത്ത് ഓലങ്ങനെ പറഞ്ഞേക്കാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണം അവിടെയും ഇവിടെയൊക്കെ കൂട്ടിയിട്ടിരിക്കണം കേട്ടോ. നല്ല ചൊറുക്കുണ്ടല്ലേ നമ്മൾ ഹാളിപ്പോൾ കാണാൻ. അപ്പോൾ പെയിൻ്റ് അടിച്ചത് കാണാൻ ഒരുപാട് ആൾക്കാർ കട്ട വെയിറ്റിംഗ് ആണ് പറഞ്ഞിനി കേട്ടോ. അപ്പോൾ നമുക്ക് കാണില്ല നമ്മൾ പെയിൻ്റ് അടിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ടെൻഡടേ നന്നാക്കാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പെയിൻ്റ് അടിച്ചതൊന്നും ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരുപാട് കമൻ്റ് ഉണ്ട് ഇനി പെയിൻ്റ് അടിച്ചത് കാണാൻ നല്ല വെയിറ്റിംഗ് ആണ് എന്നുള്ളത്. അപ്പോൾ അതാക്കട് മക്കളെ, നമ്മളെ ചെത്തലം പിടിച്ച അടുക്കള നല്ല സുന്ദരി കുട്ടിയായിക്കാണ്ട് ഇങ്ങനെ നിൽക്കണുണ്ടല്ലേ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായോ ഈ പെയിൻറ്റിൻ്റെ കളറ്? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. എങ്ങനെയുണ്ട് ഇപ്പോൾ നമ്മൾ അടുക്കള കാണാൻ? ഇഷ്ടമായിക്കണോ? ഉണ്ടെങ്കിൽ കമൻ്റ് ആക്കിക്കോളി. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളി. കമൻറ്റ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളി കേട്ടോ. അപ്പം പെയിൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കളറൊക്കെ? അപ്പോൾ ഇതാക്കണേ നല്ല അടിപൊളി ആയിക്കണല്ലേ. നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഗ്രേ കളർ തന്നെ അടിച്ചാൽ കാരണം എന്താണെന്നറിയാം, ഇഞ്ഞ് ചളി ആയാൽ അറിയരുത്. അതിനും വേണ്ടിയാണ് നമ്മൾ ഈ ഗ്രേ കളർ ആക്കിയത് കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഇനി ഇതൊരു വജ്ജാക്കണം. എന്നിട്ട് പിന്നെ നമുക്ക്
കുടുക്കിയും പാത്രമൊക്കെ മോറി കവുത്ത. അപ്പോൾ അതാക്കണ് പെയിൻ്റ് അടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഹാളും സിറ്റ് ഔട്ടൊക്കെ അടിച്ചാണ്ട്. അപ്പോൾ ഈ സീലിയും ഈ സീറ്റും ഒക്കെ നമുക്ക് ഇനിയും വേണ്ടി വരും. അപ്പോൾ ഒന്ന് മടക്കി എടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഞാൻ എടുത്തേക്കട്ടെ. ഇനി നമുക്ക് മറ്റതും കൂടി തുടങ്ങുമ്പോൾ നമുക്ക് വിരിച്ചാം. അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലോണം പൊടി പാറുന്നുണ്ട് കേട്ടോ. കേട്ടോ നമ്മളൊക്കെ ഫോണിൻ്റെ കൂടി ഇതിലൊക്കെ ഇങ്ങനെ അതിങ്ങനെ തട്ടിക്കൊട്ടിയിട്ടാണത് ഇങ്ങനെ പിന്നെ പൊടി പാറുന്നു കേട്ടോ. ഇനി നമുക്ക് നിലത്തൊക്കെ ഇത് വിരിച്ചാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ നമ്മൾ പെയിൻറ്റ് തുള്ളി ഇട്ടൊക്കെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് ഉരച്ച് കളയണം, പിന്നെ അടിച്ചു വരണം, തുടക്കണം, ഇതൊക്കെ പണിയുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് മെനക്കെട്ടാലും വേണ്ടില്ല തന്നെയാളെ നമ്മൾ അടുക്കള ഒന്ന് സുന്ദരി കുട്ടിയായല്ലോ. നല്ല സന്തോഷമുണ്ട് ടച്ച് ഇതിങ്ങനെ കാണുമ്പോൾ. ഒന്നാമത്തെ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴുണ്ടല്ലോ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങോട്ട് ചളി ഇതൊക്കെ കാണുമ്പോൾ വീഡിയോയിൽ തന്നെ ഒരു വൃത്തിയോടെ എനിക്ക് കാണാൻ കേട്ടോ. പിന്നെ ഇപ്പോൾ എന്താണെന്നറിയാം ഒരു പൊറുതിയോടൊക്കെ ഉണ്ടായിന്. പിന്നെ നമ്മളെ പുതിയാപ്പിളക്കാക്കാനെ ഇടങ്ങേറാക്കാനാവില്ല ഇത് അങ്ങനെ നിന്നതേനി. അപ്പോൾ പിന്നെ ഇപ്പോൾ പോയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ തന്നെ പെയിൻ്റ് അടിച്ച് അറിയുമ്പോൾ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഒന്നും ഇതായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞേ അടുക്കള മാത്രം ഒന്ന് അടിച്ചേനിന്ന് പറഞ്ഞ് അങ്ങനെ അടുക്കള ഒന്ന് അടിച്ച് കിട്ടിയത് കേട്ടോ. ഇനി നമുക്ക് അപ്പം നമ്മൾ മൂപ്പരാക്കാക്ക് ഒരു പുതിയ ആളും സിറ്റൗട്ടും അടിച്ചിടണമെന്നില്ല. അപ്പം എന്നാൽ അതും ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അടുക്കള ഇനി നമുക്ക് ഏറെ വേണ്ടിയത് കേട്ടോ. കാരണം വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്ത പൊറുതിയുണ്ട് ഇനി. അപ്പോൾ അങ്ങനെ ഇതാക്കണേ വീതൻ്റെ ചോട്ടിലൊക്കെ നമ്മൾ കാണുന്ന പേപ്പർ ഇതൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ കൊണ്ടിടും. പേപ്പർ ചിരട്ട ഒക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇടും. എന്തിനാ നമുക്ക് തിരിച്ചു പിടിപ്പിച്ചണമെങ്കിൽ കടലാസാണല്ലോ. അപ്പോൾ അതിനാണ് കേട്ടോ വെക്കണത്. പിന്നെ അതൊക്കെ ഞാൻ വലിച്ച് വാരിയിട്ടിക്കണേ. ഇനി നമ്മളെ അടുപ്പുണ്ടല്ലോ അത് ഒന്ന് നിറച്ച കളറായിക്കണേ. ഇനി അതും കൂടി നമുക്ക് ഒരു കറുത്ത പെയിൻറ്റ് ഇടുന്ന കാണ്ട് അടിച്ചണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതിൽ കുറച്ചും കൂടി വെണ്ണൂറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ച് തുടച്ച് വൃത്തിയാക്കിയിടണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ചോട്ടിലൊക്കെ അതൊക്കെ നിറച്ച് ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ അടിച്ച് ഒരു വൃത്തിയാക്കി ഇടണം. ഇനി ഇതൊക്കെ അടിച്ചു വരട്ടോ. അപ്പോൾ നമ്മളെ സനുട്ടനും ഉണ്ട് കേട്ടോ അങ്ങനെ നോക്കി നടക്കുകയാണ്. ഓൽക്കൊക്കെ നല്ല സന്തോഷം കേട്ടോ. പെയിൻ്റൊക്കെ അടിച്ച് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ നമുക്ക് കാണാൻ. നമ്മളെ പേരും കൂടിയൊക്കെ ഒരു ചൊറുക്കയിക്കാറല്ലേ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ. അത് നല്ലോണം പൊടി പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാക്കണേ ഞാൻ ആ കബോർഡിലൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ അതൊക്കെ ഒന്ന് പിന്നെ തുടച്ച് വൃത്തിയാക്കിയിടാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് കേട്ടോ പെയിൻറ്റിൻ്റെത്. അതൊക്കെ ഒന്ന് ഇതാക്കണം. അപ്പോൾ ഇനി വാതിലും കട്ടിലൊക്കെ ഉണ്ടല്ലോ നമ്മൾ പെയിൻ്റ് അടിയൊക്കെ കജ്ജട്ടെ എന്നിട്ടേ നമ്മൾ തുടക്കണുള്ളൂ കേട്ടോ. അല്ല അപ്പോൾ തുടച്ചിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ പൊടി പാറുമ്പോൾ നമ്മൾ തുടച്ചിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ജനവാതിലും കട്ടിലും വാതിലും ഒക്കെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കങ്ങനെ ആക്കം പോലെ എടുക്കാമെന്ന് എഴുതി ബറാത്തൊക്കെ കഴിഞ്ഞിട്ട് നമുക്കങ്ങനെ ആക്കം പോലെ തുടങ്ങാം. അപ്പോൾ ഇതാക്കണേ ഒക്കെ അടിച്ചോരി നമ്മൾ വാരിയിട്ടിക്കണം കേട്ടോ. ഇവിടെ ഒന്ന് ഇങ്ങനെ തുടക്കണം. അപ്പോൾ ഞാനിതാക്കണേ ആ പെയിൻറ്റ് കളയുന്ന സാധനം ഉണ്ടല്ലോ അതിനോട് കുറേയൊക്കെ കുത്തി കളഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ വീതന ഒന്ന് നമ്മളെ സോപ്പിട്ട് കണ്ട് വേദനയും അതേപോലെ ടൈൽസിൻ്റെ ഇതൊക്കെ ഒന്ന് വരച്ച് മൂറുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്വിച്ച് ബോർഡൊക്കെ കേൾക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. നമുക്കൊക്കെ വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ ഷോക്ക് അടിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അങ്ങനെ നനച്ചുളിയായിട്ട് സ്വിച്ച് ബോർഡും ഇതൊക്കെ പിന്നെ നനച്ച് വിളിച്ചാണ് അപ്പോൾ ഷോക്ക് അടിച്ചാണ് എന്നൊക്കെ പറയുന്നേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാൽ മതി വെച്ചാൽ അതങ്ങനെ കേകിയപ്പോൾ ഓർമ്മ കേട്ടോ. പിന്നെ ആ റേക്കിൻ്റെ മേലെയും കുറച്ചും കൂടിയൊക്കെ മണലോ കാര്യം എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചാൽ വേണ്ടി കേട്ടോ നമ്മളിങ്ങനെ കയറിയിരിക്കണത്. അപ്പോൾ ഞാനിങ്ങനെ കയറിയിട്ട് ഇന്നലത്തെ വീഡിയോയിൽ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കുത്തുന്നിട്ട് ഒരുപാട് കമൻറ്റ് ഉണ്ടായി കേട്ടോ. അതിൽ കയറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിശയപ്പെട്ടവരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പാസ്സാണ് കേട്ടോ അത് കയറൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല. നമ്മളെവിടെ വേണമെങ്കിലും വലിഞ്ഞ് കയറും കേട്ടോ. അപ്പോൾ ഞാൻ തന്നെയാണ് ആ കോണിക്കൂടിൻ്റെ എന്തെങ്കിലുമൊക്കെ സാധനം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ അതിൻ്റെ ഉള്ളിൽ കയറിക്കാണ്ട് വെക്കൽ കേട്ടോ. അപ്പോൾ അതാക്കണേ നമ്മളെ കുടുക്കിയും പാത്രമൊക്കെ ഞാൻ ഒക്കെ എടുത്ത് പുറത്തേക്ക് വെക്കാണ് കേട്ടോ. ഒക്കെ ഒന്ന് വരച്ച് മൂറി നമുക്ക് വെയിലത്ത് വെച്ചിക്കാണ്ടൊന്ന് ഉണക്കിയെടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മളെ റേക്കിൻ്റെ മുകളിൽ വെക്കണം. അപ്പോൾ അങ്ങനെ എല്ലാ കുടുക്കിയും നമ്മൾ പുറത്തേക്ക് വെച്ച് കാണ്ടാണ്ട് ഉരച്ച് കേൾക്കട്ടോ. അപ്പോൾ അതാ ഒക്കെ അപ്പോൾ ഇത് എടുത്താലും ഇല്ലെങ്കിലും നമ്മളിതൊക്കെ കൊണ്ട് ഉരച്ച് മൂറും കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ എടുക്കണതൊക്കെ ഉണ്ട്. ഒരു കൊല്ലമായില്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഈ പാത്രവും കുടുക്കിയും ഒക്കെ നമ്മൾ എടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ എല്ലാം എടുക്കണം.
അപ്പോൾ ഇന്നാളുണ്ട് ഡെയിലി ഇപ്പോൾ ഇൻസ്റ്റയിലോ ഏതോ ഒരു വീഡിയോ ഉണ്ടേനി പിന്നെ അട്ടത്തുനിന്നുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് മോറി വെച്ചിട്ട് അതേപോലെ തന്നെ അട്ടത്തേക്ക് ഒരു ഉപകാരമില്ല. പിന്നെ അത് അതിൻ്റെ മുകൾക്ക് തന്നെ കയറ്റും. പിന്നെ അടുത്ത കൊല്ലത്തെ നോൻപിന് പിന്നെ എടുത്ത് മോറുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കാക്ക ഒരു വീഡിയോ ഇട്ടീനി. പറഞ്ഞ ശരി തന്നെയാണ് മക്കളെ, അങ്ങനെ തന്നെയാണ്. ഇല്ല സാധനങ്ങൾ മുഴുവനും വലിച്ചു വാരിയിട്ട് നമ്മൾ തേച്ച് ഓറിയാണ്ടാണ് പാത്തക്കും. എന്നിട്ട് പിന്നെ നമ്മളതിട്ട് എടുക്കില്ല, പിന്നെ ഇതാക്കൊന്നുമില്ല. അത് പിന്നെയും പിറ്റത്തെ കൊല്ലം റമളാൻ വരുമ്പോൾ പിന്നെയും ഒക്കെപ്പാടെ വലിച്ച് വാരിയിട്ട് കണ്ട് അടുക്കേക്കൂലേ. അപ്പോൾ ഇതാക്കണം. പിന്നെ നമ്മൾ ഉഴുന്നും കടലയും പരിപ്പും ഒക്കെ ഇട്ട ടിന്നുകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മോറിയെടുക്കണം. പിന്നെ അതൊക്കെ ഞാൻ വേറൊരു പാത്രത്തിൽ കണ്ട് ഇട്ടേക്കൂട്ടാ. എന്നിട്ട് പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് മോറി വെച്ചിട്ട് പിന്നെ ഉണങ്ങിയിട്ട് പിന്നെ ഇതിൽ തന്നെ ഇട്ടേക്കലാണ് കേട്ടോ. അപ്പോൾ ഇനി നോമ്പായി കഴിഞ്ഞാൽ നമുക്ക് കടല പരിപ്പോ അതൊന്നും വേണ്ടിയില്ല. പരിപ്പൊന്നും ചാറന്നെ വെച്ചാൽ വേണ്ടിയില്ല ആയിരിക്കും. പിന്നെ കടലയൊക്കെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ വെക്കുക. അതേമാതിരി ഉഴുന്നുണ്ടെങ്കിലും കാര്യമാണ് കേട്ടോ. അപ്പൊക്കെ ചൂടാലോ നമുക്ക്. അങ്ങനെ ഇതാക്കണം. കുടുക്കിയും പാത്രമൊക്കെ മോറി നല്ല സെറ്റാക്കിയിട്ട് ഞാൻ ഒക്കെ നമ്മളെ അയലോകത്തെ താത്താൻ്റെ ആ മതിലുമൊക്കെയാണ് വെച്ച് കൊടുത്തിക്കണം കേട്ടോ. ഇനി ബാക്കിയില്ലേ നമ്മളെ കുപ്പികളൊക്കെ ഉണ്ടല്ലോ, ആ ടിന്നുകളൊക്കെ ഒന്ന് മോറി അതും കൂടി എടുത്താൽ അത് കഴിഞ്ഞിട്ടോ. പിന്നെ നമുക്ക് ഇത് പിന്നെ വേഗം എടുത്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയാം, വെയിലാകുമ്പോഴത്തിന് വേഗം ഈ പണിയാണ് കഴിച്ചാട്ടോ. അല്ലെങ്കിൽ വെയിലായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ തന്നെ കഴിച്ചില്ല. അതേമാതിരി നമ്മളെ കയ്യിലാറ്റം നമ്മളെ പാത്രം വെക്കണ എന്നിട്ടാ സ്റ്റാൻഡും കൂടി ഒന്ന് മോറിയെടുക്കുക. അപ്പോൾ സ്റ്റാൻഡിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചളി ഉണ്ടാകുമ്പോൾ ഞാൻ എന്താ കാട്ടില്ലെന്ന് പറയാം, നമ്മളെ പഴയ ബ്രഷില്ലേ പല്ലേക്കണേ, അത് വെച്ചിട്ട് ഞാൻ അങ്ങനെ വരച്ച് ശരിയാക്കി വെക്കൂട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാക്കണേ വെയിലാകുമ്പോഴത്തിന് ആ പണിയാണ് കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ 2 ദിവസമായിട്ട് അപ്പോൾ തിരുമ്പിയിട്ട് വാഷിംഗ് മെഷീനൊക്കെ അവിടെയാണ്. അപ്പോൾ തിരുമ്പിയിട്ടില്ല. തിരുമ്പാൻ വാഷിംഗ് മെഷീൻ ഇങ്ങോട്ട് വെച്ചിട്ട് വേണം തിരുമ്പാൻ. ഈ പണീൻ്റെ ഇടയിൽ കൂടി അതും കൂടി നടക്കൂല മക്കളെ. എന്നാൽ തന്നെ 2 മണിയാവും ഇത് കജ്ജണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാനിതാക്കണേ ആ നിലത്തുണ്ടതിന് പെയിൻറ്റൊക്കെ, ആ പെയിൻറ്റ് കളയുന്ന സാധനം ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉരച്ചിങ്ങനെ കളഞ്ഞിക്കാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എളുപ്പമുണ്ടായി കേട്ടോ. പിന്നെ വീതനയും പിന്നെ വീതൻ്റെ ചോടും ഒക്കെ ഒന്ന് നമ്മൾ സീല വെച്ചിട്ടാണ് തുടച്ചെടുക്കണത് കേട്ടോ. നമ്മളിപ്പോൾ ഒന്ന് വടി ഇവിടെ ഉപയോഗിക്കുന്നില്ല. വടി ഇവിടെ ഉപയോഗിച്ചാൽ അതിന് നിറച്ച് മണ്ണേക്കാരം, നിറച്ച് പൊടിയല്ലേ. അപ്പോൾ ഇനി ഒന്നിങ്ങനെ തുടച്ചെടുത്തിട്ട് പിന്നെ നമുക്ക് വടിയൊക്കെ ഉപയോഗിച്ച് കാണാൻ തുടക്കാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. പണ്ട് ഇങ്ങനെ തന്നെയല്ല ഇപ്പോൾ നമ്മളൊക്കെ തുടച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു തുടക്കണ്ണിയാളെ നല്ല വൃത്തിയിട്ടുള്ളൂ. ഇപ്പം എന്താ ആ വടി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 4 വീസലാണ് വീസി കഴിഞ്ഞാൽ തുടക്കലാണ് കഴിഞ്ഞ്. ഇമ്മാതിരി തുടക്കലാണെങ്കിൽ ഉണ്ടല്ലോ നല്ല ചളിയും പോകും, പള്ളയൊക്കെ ഒന്ന് ഒതുങ്ങിയും കിട്ടും കേട്ടോ. തടിയില്ലോലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കൊമ്പിട്ട് കാണ്ട് തുടച്ചാലൊക്കെ പള്ളയൊക്കെ ഒന്ന് ഒതുങ്ങും. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കൊക്കെ 10 തികഞ്ഞ പള്ളയാണ്. എന്താണ് ഈ വടി വെച്ചിട്ട് അങ്ങനെ ഉന്തല്ലേ, കുമ്പിട്ട് കണ്ട് ആരും തുടക്കണില്ലല്ലോ. പണ്ടത്തെ അമ്മമാർക്കൊക്കെ കണ്ടില്ല പള്ളയൊന്നും ഇല്ല തന്നെ. ഓർക്കൊക്കെ എന്താ ഓലിങ്ങനെ കുമ്പിട്ട് കണ്ടൊക്കെയാണ് തുടച്ചിരുന്നത്. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് കുമ്പിടാൻ തന്നെ മടിയാണ്. അതിൽ ഞാനും പെടും കേട്ടോ. പെണ്ണുങ്ങൾ പറഞ്ഞാൽ അതിൽ ഞാനും പെടുവേ, നിങ്ങൾ ഒറ്റക്കൊന്നല്ല പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇതാക്കണേ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ അടുക്കളൻ്റെ ഈ ജനവാതിലും കൂടി ഒന്ന് തുടച്ചിക്കണം കേട്ടോ. തുടച്ചിക്കണമെന്നല്ല ഉരച്ച് മോറിക്കണം. അതും കഴിഞ്ഞു. അങ്ങനെ ഈ വാതിലുണ്ട് കേട്ടോ മോറാൻ. അത് കുറച്ച് കഴിഞ്ഞിട്ട് മോറ എല്ലാം മോറുമ്പോൾ മോറ. അപ്പോൾ അതിന് മീനൊക്കെ വന്നീന് കേട്ടോ. അതിൻ്റെ ഇടയിൽ മീനും വേണമല്ലോ, കൂട്ടാനില്ലാഞ്ഞാൽ പറ്റൂലല്ലോ. ഉച്ചക്ക് ഇപ്പം എന്തെങ്കിലുമൊക്കെ തൊട്ടാൻ വെച്ച് ചോറ് കഴിച്ചാലും വൈകുന്നേരം മക്കളുണ്ടാകുമ്പം ആ തൊട്ടാമക്കൽ പറ്റൂല. അപ്പം പിന്നെ മീൻ വാങ്ങിക്കണം കേട്ടോ. സൂതക്കുട്ടികളാണ്, നല്ല അടിപൊളി സൂതക്കുട്ടികൾ കേട്ടോ. പിന്നെ ഞാൻ ചോറൊന്നും ഞാൻ വെച്ചിട്ടില്ലേനി. നേരത്തെ കുറച്ച് ചോറുണ്ടേനി, അതൊന്ന് തിളപ്പിച്ചൂറ്റി പിന്നെ രാവിലത്തെ കുറച്ച് ചാറും ഉണ്ടായിനി കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ തൊട്ടാൻ വെച്ച് കാണാൻ ചോറ് കഴിച്ചാൽ മതി. അപ്പം ചാറ്റിൽ കണ്ടൊന്നുമില്ല. അപ്പോൾ ഞാനെന്താട്ടി 2 CD മുള്ളനോടി നമ്മളെ മീൻകാരൻ കാക്ക ഇട്ട മീൻ കേട്ടോ, വെറുതെ ഇട്ടെന്നാണ് കേട്ടോ. അപ്പോൾ ഞാനെന്താട്ടി അത് പെട്ടെന്ന് നന്നാക്കാൻ പറ്റുമല്ലോ, അത് വേഗം നന്നാക്കി എടുത്ത്. അപ്പോൾ നമ്മളെ പൂച്ചക്കുട്ടികളൊക്കെ ഇതാക്കണേ മീനിൻ്റെ അതൊക്കെ ഇട്ട് കൊടുത്താണ്. അപ്പം അത് മുഴുവനും ഞാൻ ഇതാക്കണേ കുപ്പികളും നമ്മളെ പാട്ടിയും ഇതൊക്കെ ഉണക്കാൻ വെച്ചിക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണങ്ങി കഴിഞ്ഞ് നമുക്ക് ഇനി എന്താട്ടണം, അവിടത്തേക്ക് തന്നെ കയറ്റണ്ടേ. പുറത്തേക്ക് മാത്രം ഇറക്കിയാൽ പോരല്ലോ, കയറ്റും വേണമല്ലോ. എന്നിട്ട് പിന്നെ ഇതൊക്കെ പാടെടുത്ത് നമുക്ക് എന്താട്ടണം, ഒക്കെ അതാത് പാത്രത്തിൽ തന്നെ ആക്കി വെക്കണം. ഇനി പരിപ്പൊന്നിക്ക്, കടലൊന്നിക്ക്, ചെറുപയറൊന്നിക്ക് ഇതൊക്കെ മാറ്റി വെക്കണം. പിന്നെ നമ്മളെ കുടുക്കിയും പാത്രമൊക്കെ
റാക്കിൻ്റെ മേലേക്ക് കയറ്റണം. അപ്പോൾ അടുക്കളയിലുള്ള പണി കഴിഞ്ഞു കേട്ടോ. ഇനി നോമ്പ് മണി പറഞ്ഞാണ്ട് നമുക്ക് അടുക്കളയിൽ ഒരു പണിയില്ല. ഇനി ഈ വാതിലും കട്ടിലും ഒന്ന് മോറാണ്ട്, ജനവാതിൽ പിന്നെ നമ്മൾ മോറിയിക്കണം. അപ്പം ഇനി മോറേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഈ വാതിലും കട്ടിലും മോറാണ്ട്. അപ്പം ഒരു കൊല്ലത്തിലല്ലേ, അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയായിട്ട് തന്നെ എടുക്കാം. പിന്നെ വാതിലും കട്ടിലൊക്കെ ഒന്ന് നല്ലോണം ഈങ്ങിക്കണ വെച്ചെങ്കിൽ അത് കഴിഞ്ഞിട്ടും നമ്മളൊന്ന് മോറൂട്ടാം. അങ്ങനെയാണ്. അപ്പോൾ അതാ കുടുക്കിയും പാത്രമൊക്കെ ഞാൻ ഇവിടെ കൊടന്ന് വെച്ചിക്കണേ. അപ്പം ഈ ഒരു കൊല്ലത്തിലുണ്ടല്ലോ, പിന്നെ നനച്ചുളി ആകുമ്പോൾ ഇവളോട് പറയുകയാണെങ്കിൽ വൈകുന്നേരമായ കജ്ജും കാലും വെത്തായിട്ട് വെയ്ക്കൂല. കൈപ്പലിയൊക്കെ ഒരു വേദനയ്ക്കാരം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നനച്ചുളി കഴിഞ്ഞാൽ ഈ കജ്ജും കൈപ്പലിയൊക്കെ വരുത്താം ഉണ്ടാവും. വയ്ക്കാരം എല്ലാവർക്കും ഉണ്ടാവൂലേ. പിച്ച് മാത്രമൊന്നും ആവില്ല. അപ്പോൾ ഇനിയിപ്പോൾ കജ്ജും കൈപ്പലിയും വരുത്തായിട്ട് വെത്തപ്പോൾ പറഞ്ഞിട്ട് കാര്യം എടുക്കാൻ ഞാൻ പറ്റൂലല്ലോ. കൊല്ലത്തിൽ അല്ലേ നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ ഞാനിതാക്കണം, നമ്മളെ കൈലാറ്റമൊക്കെ ഞാൻ സ്റ്റാൻഡ് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ കൈലാറ്റം പറഞ്ഞാൽ കയ്യിൽ വെക്കണതാണ്, പാത്രം വെക്കണതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളവിടെ തൂക്കിക്കണം. ഇനി പാത്രങ്ങളൊക്കെ കുറച്ച് മോറാണ്ട്, അതൊക്കെ മോറിയിട്ടേ നമ്മളതിന്മേൽ കൗത്തണുള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പം തന്നെ കൗത്തണില്ല. ഇനിയിപ്പോൾ ഇതുകൂടി ഇനിയിപ്പോൾ മോറി വെക്കാൻ വെച്ചാന്ന് കരുതിയിട്ടാണ് ഞങ്ങളെ പറ്റ കുഴങ്ങിക്കണം. 2 മണി 2:30 ആയിക്കണം നമ്മളിന്ന് കുളിച്ചാണ് കയറുമ്പോൾ. പിന്നെ ഇപ്പോൾ ഒന്നിനും തോന്നൂല. പിന്നെ അങ്ങനെ മലന്നിങ്ങോട്ട് കിടക്കാനാണ് പൂതി. പിന്നെ ഏതായാലും കുറച്ച് നേരമൊക്കെ നമ്മൾ പോയി കടന്നു കേട്ടോ. പിന്നെ അതാക്കണേ നമ്മളെ ചെമ്പട്ടിയൊക്കെ ആ റാക്കിൻ്റെ മേലേക്ക് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെയിൻ്റൊക്കെ ഇഷ്ടപ്പെട്ടിക്കണമെന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ കമൻറ്റ് കൂടെ. അപ്പോൾ നമുക്ക് എല്ലതും എടുത്ത് വെക്കുകയാണ് ഞാൻ. ചെമ്പട്ടികളും കുടുക്കകളും ഒക്കെ അപ്പോൾ ഇങ്ങനെ കാണാൻ നല്ല, ഇതിങ്ങനെ വരിക്ക് വെക്കണ കാണാൻ നല്ല ചുരുക്കാണ്. അപ്പോൾ അങ്ങനെ ചെമ്പട്ടിയും കുടുക്കിയും ബക്കറ്റും ഒക്കെ വെച്ചിട്ടാ. പിന്നെ ഈ ബക്കറ്റത്തെ അരി വേറൊരു മോറി വെച്ച ബക്കറ്റിക്ക് അത് ഇടുകയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ മറ്റേ ബക്കറ്റ് നമുക്ക് മോറണമല്ലോ. അതേ പറഞ്ഞ മാതിരി തന്നെ പൊടിയുണ്ട്, അതും നമ്മൾ വേറെ പാത്രത്തിൽ ഇട്ടുകൊണ്ട് അങ്ങനെ അതൊക്കെ മോറണം. പിന്നെ നമ്മളെ ചെറുപയറും വമ്പയറും കടലയും ഉഴുന്നും ഒക്കെ മോറി പാത്രത്തിൽ ഇട്ടുക്കണം കേട്ടോ. നമ്മളെ പരിപ്പും ഒക്കെ മോറി പാത്രത്തിൽ തന്നെ ഇട്ട് നമ്മൾ അടച്ച് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ മക്കളെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരട്ടോ. അസ്സലാമു അലൈക്കും.